നമസ്കാരം. ശബരിമലയിലെ പവിത്രമായ ആഭരണങ്ങളും സ്വർണ്ണശേഖരവും കവർന്നതുമായി ബന്ധപ്പെട്ട കേസ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഒന്നായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 4 സംസ്ഥാനങ്ങളിലായി ഒരേ സമയം നടത്തുന്ന റെയ്ഡുകൾ ഈ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 21 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം 100-ലധികം ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്ത ഈ നീക്കം കേസിൽ ഉൾപ്പെട്ട ഉന്നതരുടെ സാമ്പത്തിക ഇടപാടുകളെയും അവരുടെ ബിനാമി ബന്ധങ്ങളെയും ഒക്കെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ലക്ഷ്യമിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പ്രമുഖ വ്യക്തികളുടെ വസതികളിൽ നടക്കുന്ന പരിശോധനകൾ ഭരണ സംവിധാനത്തെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. വാസുവിൻ്റെ പേട്ടയിലെ വീട് പൂട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഉടമസ്ഥരെ വിളിച്ചു വരുത്തി പരിശോധന നടത്താനുള്ള കർശന നീക്കത്തിലാണ് ഉദ്യോഗസ്ഥർ. കേവലം ഒരു മോഷണക്കേസ് എന്നതിലുപരിയായി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകളും വിദേശ കറൻസി വിനിമയവും ഒക്കെ തന്നെ ഇതിൽ നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസി സംശയിക്കുന്നുണ്ട്. SIT നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ വിട്ടുപോയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനാണ് ഇപ്പോൾ ED ഇതിന് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഈ കൊള്ളയുടെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ 1998 മുതൽ 2025 വരെയുള്ള ഏകദേശം 2 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന കാലയളവിലാണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ശബരിമലയിൽ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട ആദ്യകാല റിപ്പോർട്ടുകൾ മുതൽ വിദേശ വ്യവസായികൾ നൽകിയ സ്വർണത്തിൻ്റെ കണക്കുകളിൽ വരെ വലിയ അന്തരമുണ്ട്. ഏകദേശം 100 കിലോഗ്രാമോളം സ്വർണം പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിൽ ചോർത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ദേവസ്വം ജീവനക്കാരും തന്ത്രിമുഖ്യന്മാരും ഒക്കെ തന്നെ ഉൾപ്പെട്ട ഒരു വലിയ മാഫിയ തന്നെ ഈ കാലയളവിൽ ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതായിട്ട് വ്യക്തമാകുന്നു. നിലവിൽ ഈ കേസിൽ പ്രതികളായവരുടെയൊക്കെ തന്നെ ജീവിതശൈലിയും അവരുടെ യഥാർത്ഥ വരുമാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നതാണ് ED ഇപ്പോൾ അന്വേഷണത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമെന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള വ്യക്തികളുടെയൊക്കെ സാമ്പത്തിക വളർച്ചയും അവർ നടത്തിയ വിദേശ യാത്രകളും അസ്വാഭാവികമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ നിലയിലുള്ള ഒരു പൂജാരിയുടെയോ ജീവനക്കാരൻ്റെയോ വരുമാന പരിധിയിൽ നിൽക്കുന്നതല്ല ഇവരുടെ ആസ്തികളെന്ന് പറയുന്നത്. ഈ പണം ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം വിറ്റഴിച്ചതിലൂടെ ലഭിച്ചതാണോ എന്നും അത് ആരൊക്കെ വഴി വെളുപ്പിച്ചെടുത്തുവെന്നും ED വിശദമായിട്ട് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഈ കേസിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ അന്വേഷണത്തെ ഇപ്പോൾ കൂടുതൽ ഗൗരവമുള്ള ഒരു വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു മന്ത്രി 19ഓളം തവണ വിദേശ യാത്രകൾ നടത്തിയത് ആരുടെ ചെലവിലാണെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ഒരു വിദേശയാത്രയ്ക്ക് ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരുമെന്നിരിക്കെ ഇത്രയും വലിയ തുക സ്പോൺസർ ചെയ്തത് ശബരിമല കൊള്ളയിലെ പ്രതികളാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായിട്ടും ഉന്നതർക്ക് ലഭിച്ച കൈക്കൂലി ബിനാമി അക്കൗണ്ടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയതായിട്ട് സംശയിക്കപ്പെടുന്നുണ്ട്. ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലുകൾ മാത്രമാണ് ഈ കേസിനെ ഈ ഘട്ടം വരെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കോടതി നൽകിയ നിർദ്ദേശങ്ങൾ പോലീസിനും മറ്റ് ഏജൻസികൾക്കും കൃത്യമായ ദിശാബോധം നൽകുകയാണ്. മുൻപ് പലരും സംശയിച്ചിരുന്ന പകൽ കൊള്ള ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വരികയാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ആസൂത്രണം ചെയ്ത ഈ കവർച്ച പിടിക്കപ്പെടില്ല എന്ന് പ്രതികൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം അന്വേഷണത്തെ സുതാര്യമാക്കുകയും ഉന്നതരായിട്ടുള്ള 13 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്തു. പ്രതികൾ പണം കൈമാറ്റം ചെയ്ത രീതികളെക്കുറിച്ചും EDക്ക് വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുന്നതിന് പകരം പണം പല അക്കൗണ്ടുകളിലായി വകമാറ്റിയും വിദേശത്തുള്ള ഏജന്റുമാർ വഴി വിനിമയം ചെയ്തുമൊക്കെയാണ് ഇതിൽ ഇവർ ലാഭം കൊയ്തത്. ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും ഈ പണം ഒഴുകിയിട്ടുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന റെയ്ഡ് ഈ പണമിടപാടുകളുടെ അന്തർ സംസ്ഥാന ബന്ധങ്ങളെ ദൃഢീകരിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പോലെയുള്ളവരുടെയൊക്കെ തന്നെ പങ്കാളിത്തവും ഇപ്പോൾ ഇതിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ആറന്മുളയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടക്കുന്ന ED പരിശോധനകളിൽ നിർണായകമായ പല മൊഴികളും രേഖകളും ഒക്കെ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്മകുമാർ മുൻപ് നടത്തിയ പല പരസ്യ പ്രസ്താവനകളും പ്രതിരോധങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ തകർന്നടിയുന്ന അവസ്ഥയിലാണ്. സത്യസന്ധമല്ലാത്ത പ്രസ്താവനകൾ നടത്തി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾക്ക് മുന്നിൽ ഇവയെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. SIT തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം 5 പേരെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ പ്രശാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉണ്ടെന്നാണ് സൂചന. ഫെബ്രുവരി മാസത്തോടെ അന്വേഷണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും EDയുടെ കടന്നുവരവ് ഈ കേസിൻ്റെ വ്യാപ്തി ഇനിയും വർദ്ധിപ്പിച്ചേക്കാം. ഓരോ പ്രതിയുടെയും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളുമൊക്കെ തന്നെ അവരുടെ ബാങ്ക് ബാലൻസും ഒക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സ്വർണം വിറ്റ പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളും വാങ്ങിക്കൂട്ടിയ വസ്തുവകകളും ഒക്കെ തന്നെ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കും അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നീങ്ങുകയാണ്. ഏതായാലും പൊതുമുതലും ദൈവികമായിട്ടുള്ള സ്വത്തുവകകളുമൊക്കെ തന്നെ മോഷ്ടിക്കുന്നവർക്കുള്ള കർശനമായ താക്കീതാണ് ഈ അന്വേഷണം. ശബരിമലയെ പോലൊരു പുണ്യ സങ്കേതത്തെ മറയാക്കി നടത്തിയ ഈ വൻ കൊള്ള അത് ഒരിക്കലും ശാശ്വതമായിട്ട്
ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഇഡിയും ഹൈക്കോടതിയും അന്വേഷണം തുടരുമെന്ന് ഉറപ്പാണ്. സാധാരണക്കാരായ ഭക്തരുടെ വിശ്വാസത്തെ തന്നെ ചൂഷണം ചെയ്ത് നേടിയ ഈ സമ്പാദ്യം ഒടുവിൽ കുറ്റവാളികളെ ജയിലറകളിലേക്ക് തന്നെ എത്തിക്കുമെന്നതിൽ സംശയമില്ല.